ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നോക്കാം, ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻഡിലാണ് ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം നോക്കാൻ പോകുന്നത് ഈ റിലേഷൻഷിപ്പിൻ്റെ. അപ്പോൾ എൻഡ് വരെ നോക്കുക ഈ വീഡിയോനെ. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഈ സമയത്ത് 9 of Swords, King of Swords, Three of Pentacles, Temperance. ഈ പേഴ്സണിൻ്റെ എന്താണ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? Ace of Wands, Magician, Knight of Wands, Five of Pentacles. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് 9 of Pentacles ആണ്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഹെർമിറ്റ്. അപ്പോൾ ലിബ്ര, ഇവിടെ ഞാൻ കാണുന്നത് 9 of Pentacles ആണ് നിങ്ങളുടെ എനർജി. ഇതൊരു കുറേ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ഹാപ്പിനെസ്സിലാണ് ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ പ്രയോറിറ്റീസ്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഇഷ്ടം ആണ് ഫോക്കസ് ചെയ്യണം. അതിലാണ് നിങ്ങളുടെ ഫോക്കസ്. നിങ്ങൾ ലവിൽ അങ്ങനെ ഫോക്കസ്ഡ് അല്ല. ആൻഡ് ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് മിക്കവാറും സിംഗിൾസിന് വേണ്ടിയിട്ടാണ്. ഒരാൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ മേ ബി ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരിക്കാം. ഈ പേഴ്സൺ ഹെർമിറ്റിലാണ്, വെർഗോ എനർജി. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഞാനൊരു സെപ്പറേഷൻ കാണുന്നു. ആൻഡ് ഈ പേഴ്സൺ നിങ്ങളെ കുറെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ നോ കോണ്ടാക്റ്റിലായാലും അവർ നിങ്ങളെ പറ്റി ആണ് ആലോചിക്കണത്, മിസ് ചെയ്യണത്. ഇവിടെ 9 of Swords കാണാണ്ട് നിങ്ങളുടെ എനർജി. അപ്പോൾ കുറെ സ്ട്രെസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഈ സെപ്പറേഷൻ നിങ്ങൾക്കും വേണ്ടിയിട്ടും ഈസി അല്ല. കുറെ ഓവർ തിങ്കിങ് സ്ട്രെസ് ഉണ്ട്. രാത്രി എസ്പെഷ്യലി ഉറക്കം ശരിയാവാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ഈ റിലേഷൻഷിപ്പ്, എവിടെയാണ് പോകണത്, ഒരു ഫ്യൂച്ചർ ഇതിൽ ഉണ്ടാവുമോ. അപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ പേഴ്സൺ Ace of Wandsലാണ്. അപ്പോൾ അവർക്ക് കുറെ പാഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. പക്ഷെ ഇത് ലസ്റ്റ് ബേസ്ഡ് എനർജിയാണ്. എന്ന് വെച്ചാൽ ഇതൊരു ലവ് റിലേഷൻഷിപ്പ് ആയിട്ടല്ല ഇവർ കാണുന്നത്. അവർക്ക് കുറച്ചുകൂടി ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ് കൂടുതൽ കാണുന്നത്. നിങ്ങൾ കുറെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ പേഴ്സന്റെ കൂടെ ഈ സമയത്ത്. നിങ്ങൾ പ്രാക്ടിക്കലി ആണ് വിചാരിക്കണത് ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടോ, ഇത് വർക്ക്ഔട്ട് ചെയ്യോ, നിങ്ങൾ കമ്പാറ്റബിൾ ആണോ, അതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഈ സമയത്ത്. ഈ പേഴ്സൺ നിങ്ങളെ സീക്രറ്റ്ലി മാനിഫെസ്റ്റ് ആണ് ചെയ്യണത്. മെജിഷ്യൻ, ജെമിനായി എനർജിയാണ്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ചാൻസ് വേണമെന്നുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്നുണ്ട് സംസാരിക്കാൻ, മീറ്റ് ചെയ്യാൻ. 3 of Pentacles ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജി ആവാം. ഓറൽസ് ഇത് ഒരു കൊലാബറേഷൻ്റെ എനർജി ആവാം. മേ ബി നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണിന് ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ താല്പര്യമില്ല. പക്ഷെ ഇത് ഈക്വൽ എഫേർട്ട് ഉണ്ടാവണം എന്ന് ആണ് നിങ്ങളുടെ ഒരു ഒരു വിഷ്. എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ എനർജി നൈറ്റ് ഓഫ് വാൻസ് ആണ്. അതെന്ന് വെച്ചാൽ അവർ ഇതുവരെ ഷുവർ അല്ല കമ്മിറ്റ്മെന്റിനെ കുറിച്ച്. മേ ബി അവർക്ക് നിങ്ങളുടെ കൂടെ ഡേറ്റിലേക്ക് പോകണം, പുറത്ത് ഡേറ്റ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ കാഷ്വലായി എന്തെങ്കിലും അവർക്ക് ഓക്കെ ആണ്. പക്ഷെ കമ്മിറ്റ്മെന്റ് അവർ ഷുവർ അല്ല. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ് ഒരു കമ്മിറ്റ്മെന്റ് ഫോബിക് എനർജിയാണ്, പ്ലെയറുടെ എനർജിയാണ്. അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് പറഞ്ഞാൽ കുറച്ചൊരു അവർ ഷുവർ അല്ല അതിനെ കുറിച്ച്. അപ്പം നിങ്ങൾ ടെമ്പറൻസ് എനർജിയിലാണ്. അപ്പം നിങ്ങൾ കൂടുതൽ ഈ പേഴ്സണെ പെർസ്യൂ ചെയ്യൂല. നിങ്ങൾ നിങ്ങളുടെ
സെൽഫ് റെസ്പെക്ട് വെക്കണു. ആൻഡ് ഈ പേഴ്സൺ വരണ്ട വെച്ചാൽ ഓക്കെ, ഇല്ലാച്ചാലും ഓക്കെ. പറഞ്ഞാൽ നിങ്ങൾ ഒരു ബാലൻസ്ഡ് എനർജിയിലാണ്, നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഒന്നും ഇടില്ല. അറ്റ് ദ സെയിം ടൈം അവർ മെസ്സേജോ കോൾ ചെയ്താൽ സംസാരിക്കാം, ചാറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾ അങ്ങനെ എഫേർട്ട് ഇടില്ല, നിങ്ങൾ ഡെസ്പറേറ്റ് അല്ല. ഈ പേഴ്സൺ കുറച്ചൊരു ഹേർട്ടാണ്. അവർക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പ്രയോറിറ്റൈസ് ചെയ്യില്ല. അവർക്ക് കുറച്ചൊരു ഈഗോ ഹേർട്ടായി ഉണ്ടാവും. 5 ഓഫ് പെന്റിക്കിൾസ് ഒരു റിജക്ഷൻ്റെയും എനർജിയാണ്. അപ്പോൾ അവർക്ക് പേടിയും ഉണ്ട് അത് നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾക്ക് ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 9 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ എന്താണ്? 7 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ എവിടെയോ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്നെ ഒരു ലവ് റിലേഷൻഷിപ്പ് വേണം അങ്ങനെ ഒരു ഇതില്ല. നിങ്ങൾ റെഡിയാണ് വെയിറ്റ് ചെയ്യാൻ. ആ റൈറ്റ് പേഴ്സണിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വേണ്ടൂന്ന് നിങ്ങൾ ക്ലിയർ ആണ്. അപ്പോൾ ഈ പേഴ്സണിന്റെ കൂടെയും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് ആയിട്ട് ഓഫർ തന്നാലേ നിങ്ങൾ റെഡി ആയി മുമ്പോട്ട് പോലൂ. ഹെർമിറ്റ് ഈ പേഴ്സണിന്റെ എനർജി എന്താണ്? 9 ഓഫ് കപ്സ്. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. 9 ഓഫ് സോർഡ്സ്. നിങ്ങൾ എന്തുകൊണ്ടാണ് സ്ട്രെസ്ഡ് ഇവിടെ? ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പൊ ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ഒരു നിങ്ങൾ രണ്ടാളും ഇന്റലക്ച്വലി കണക്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇമോഷണൽ പാർട്ട് ഇവിടെ മിസ്സിംഗ് ആണ്. അതല്ലാണ്ട് ഈ ക്വീൻ ഓഫ് സോർഡ്സ് ഒരു ഡിവോഴ്സ്ഡ് പേഴ്സന്റെ എനർജിയാണ്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിവോഴ്സ് ഉണ്ടായിട്ടുണ്ടാവും, ഓർ എൽസ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്രയും സ്ട്രെസ്ഡ് ആയി ഇരിക്കണേ. മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവും, അതും ഒരു കാരണമാണ് ഇവിടെ സ്ട്രെസ്സിന്റെ. ഏസ് ഓഫ് വോൺസ് ഈ പേഴ്സന്റെ എനർജി, ഏസ് ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഇവിടെ 2 ഏസസ് ഉണ്ട്. അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പാഷൻ ഉണ്ട്, പക്ഷെ അവർ സീരിയസ് കൂടിയാണ്. അവർക്ക് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. അപ്പൊ ഈ കിങ് ഓഫ് സോർഡ്സ് ഇവിടെ എന്താണ്? എംപ്രസ്. നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണം, കുട്ടികൾ വേണം, ഫാമിലി വേണം, അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കണത്. വേറെ എന്താ ഇവിടെ എനിക്ക് കിട്ടണ മെസ്സേജ്? ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. മേ ബി നിങ്ങളുടെ സൈഡിലായിരിക്കാം, ഓരൽസ് അവരുടെ സൈഡിലായിരിക്കാം. അവർ മാരീഡ് ആയിരിക്കാം. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ പേഴ്സൺ റിലയബിൾ അല്ല, അവർ കമ്മിറ്റ് ചെയ്യില്ല. എന്നുവെച്ചാൽ അവരുടെ ലൈഫിൽ ഓൾറെഡി വേറെ ഒരു പേഴ്സൺ ഉണ്ടാവും. മേ ബി അവർ മാരീഡ് ആയിരിക്കാം. ഈ ജെമിനായി അല്ല, ഈ മജിഷ്യൻ എനർജി എന്താണ്? ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി വേറെ ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അറിയുണ്ടാവും, ഓരൽസ് അറിയുണ്ടാവില്ല, പക്ഷെ ഇവർക്ക് ഡെഫിനറ്റ്ലി വേറെ ഓപ്ഷൻസ് ഉണ്ട്. 3 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ എനർജി എന്താണ്? 8 ഓഫ് കപ്സ്. അതുകൊണ്ടാണ് നിങ്ങൾ വാക്ക് അവേ ചെയ്തത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ വേറെ ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയില്ല, നിങ്ങൾ വാക്ക് അവേ ചെയ്തു. നൈറ്റ് ഓഫ് വോൺസ്. ഇവിടെ ഈ പേഴ്സന്റെ എനർജി എന്താണ്? വേൾഡ്. അപ്പൊ ഈ പേഴ്സന്റെ ഒരു ഫേസ് ഓഫ് ലൈഫ് ആയിരുന്നു അത്. നൈറ്റ് ഓഫ് വോൺസ് ഒരു പ്ലെയർ എനർജി ആയിരുന്നു, പക്ഷെ അത് ഇപ്പൊ കംപ്ലീറ്റ് ആയിരിക്കണു. അവർക്ക് ഇപ്പോൾ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. ആൻഡ് അവര് നിങ്ങളെ കുറിച്ചാണ് ആലോചിക്കണത്. ടെമ്പറൻസ് ഇവിടെ എന്തുകൊണ്ടാണ് എനർജി? നിങ്ങൾ ബേസിക്കലി ഞാൻ പറഞ്ഞ മാതിരി അവരെ പെർസ്യൂ ചെയ്യണില്ല, അവരുടെ പിൻഭാഗത്ത് ഓടണില്ല, ഡെസ്പറേറ്റ് ആയിട്ട് കോളോ മെസ്സേജ് ഒന്നും ചെയ്യണില്ല. അവർ മെസ്സേജ് ചെയ്താൽ ഓക്കെ, ഇല്ലാച്ചാലും ഓക്കെ. നിങ്ങൾ അങ്ങനെ ഒരു അത്ര ഇൻട്രസ്റ്റ് എടുത്ത് അവരെ മെസ്സേജോ കോളോ അങ്ങനെ ഒന്നും ചെയ്യണില്ല. കുറച്ചൊരു ഡിസ്ഇൻട്രസ്റ്റും ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ. 5 ഓഫ് പെന്റിക്കിൾസ്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇത്രയും റിജക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യണത്. എന്താ വെച്ചാൽ അവര് മേ ബി വിചാരിച്ചു നിങ്ങൾ അവരെ കുറെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും എന്നൊക്കെ, ബട്ട് അത് ഉണ്ടായിട്ടില്ല. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, പക്ഷെ ഇപ്പൊ സഡൻലി അവർ കുറച്ചൊരു ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് ഇരിക്കണേ. അവർക്കൊരു പേടിയുണ്ട് നിങ്ങൾ അവരെ റിജക്ട് ചെയ്യുമെന്ന്. എന്നുവെച്ചാൽ നിങ്ങളുടെ സൈഡിന് അത്ര ഇൻട്രസ്റ്റ് ഇപ്പൊ അവർക്ക് കാണാനില്ല. അപ്പൊ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? 4 ഓഫ് സോർഡ്സ്. അപ്പൊ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് കുറച്ചൊരു സെപ്പറേഷൻ തന്നെയാണ്. അവര് ഹീൽ ചെയ്യാനാണ് നോക്കണേ ഈ പേഴ്സൺ. ഈ റിലേഷൻഷിപ്പിന് ഈ അവരുടെ പ്രോബ്ലംസ് ഒക്കെ അവർക്ക് ഹീൽ ചെയ്തിട്ട് ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് വേണം അവർക്ക് നിങ്ങളുടെ അടുത്ത് വരിക. ഒരു സീരിയസ് ഓഫർ കൊണ്ടുവരണം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എന്താ വേണ്ട വെച്ചാൽ ആ ഹീലിംഗ് എനർജി ആണ്, അതിലാണ് അവർ ഇരിക്കണത് ഇപ്പോൾ.
ഔട്ട്കം ഇവിടെ 5 ഓഫ് സോർഡ്സ് ആണ്. അപ്പൊ എന്തോ ഇവിടെ ഒരു 3 ഓഫ് സോർഡ്സ്. അപ്പൊ ആദ്യം എനിക്ക് ഇവിടെ ഒരു എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് കാണുന്നത്, അതുകൊണ്ട് ആദ്യം ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. മേ ബി അവരുടെ എക്സസ് ആരോ ഇതില് കുറെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടാവും. ഗോസിപ്പ് കാണുന്നുണ്ട് ഞാൻ ഇവിടെ. അവരുടെ പാസ്റ്റ് അവരെ, ബട്ട് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട്. അപ്പൊ ഈ ഹാർട്ട് ബ്രേക്ക്, ഈ പെയിൻ ഒക്കെ സമയം ആയിട്ട് ശരിയായ സമയമാകുമ്പോ എല്ലാം ശരിയാവും എന്നാണ് ഞാൻ ഇവിടെ കാണുന്നത്. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. എന്നുവെച്ചാൽ അവരുടെ പാസ്റ്റിൽ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ആ ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം അവർക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ. അതുണ്ടായാലും കുറച്ചൊരു ബ്ലോക്കേജസ് ഞാൻ കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ. പക്ഷെ ഇതിൽ നിങ്ങൾ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇത് ഇംപ്രൂവ് ആവും. പക്ഷെ അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ കുറെ ബ്ലോക്ക് ആണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ ഇവർ മാരീഡ് ആണ് വെച്ചാൽ അവരുടെ പാർട്ട്ണർ ഈ റിലേഷൻഷിപ്പിനെ ബ്ലോക്ക് ആണ് ചെയ്യണത്. ഫ്യൂച്ചറിലും അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മാരേജ് ഉണ്ട്, ആരുടെയോ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അവരുടെ പാർട്ട്ണർ ഈ റിലേഷൻഷിപ്പിൽ കുറെ പ്രോബ്ലംസ് ആണ് ക്രിയേറ്റ് ചെയ്യണത്. ഇപ്പൊ ഇത് നിങ്ങളുടെ മാരേജ് ആണ് വെച്ചാൽ, നിങ്ങളാണ് മാരേജ് വെച്ചാൽ മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഇതിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാ റെസൊനേറ്റ് ആവണം വെച്ചാൽ എടുക്കുക. പക്ഷെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഇത് ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവണം എന്നില്ല. പ്രൈവറ്റ് റീഡിംഗ് അങ്ങനെയല്ല, അത് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. ആൻഡ് പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് വേണം വെച്ചാൽ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പിന്റെ ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ ഞാൻ അവിടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് മെയിൻ. ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിനെ കമൻറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്യൂച്ചറിലും വീഡിയോസ് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എത്രയും നിങ്ങൾ എനർജി ടാപ്പ് ചെയ്യണു പറഞ്ഞാൽ, എത്രയും നിങ്ങൾ ലൈക്ക് ചെയ്യണു, കമൻറ്റ് ചെയ്യണു, അത്രയും എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ് വീഡിയോസ് ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.